ഹരിതകർമ്മസേന പഞ്ചായത്ത് തല കോർഡിനേറ്റർ തസ്തിക കുടുംബശ്രീ റദ്ദാക്കിയതോടെ ആയിരക്കണക്കിന് വീട്ടമ്മമാരും ഉദ്യോഗാർത്ഥികളും ദുരിതത്തിലായിരിക്കുകയാണ്. പരീക്ഷയും അഭിമുഖവും നടത്തിയ ശേഷമാണ് കൃത്യമായ മറുപടി നൽകാതെ കുടുംബശ്രീ തസ്തിക റദ്ദാക്കിയത്. ഇത് പാലക്കാട് പട്ടഞ്ചേരി വണ്ടിത്താവളം സ്വദേശിനി ഷാജിദ എ. 9ാം മാസം ഗർഭിണിയായിരിക്കെയാണ് ഇക്കഴിഞ്ഞ നവംബർ 3-ന് ഷാജിദ ഹരിതകർമ്മസേന പഞ്ചായത്ത് തല കോർഡിനേറ്റർ തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതുന്നത്. പരീക്ഷ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഒരു ആൺകുഞ്ഞിന് ഷാജിദ ജന്മം നൽകി. പഞ്ചായത്ത് തല കോർഡിനേറ്റർ തസ്തികയിലേക്കുള്ള പരീക്ഷ വിജയിച്ച ഷാജിദയ്ക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്നറിയിച്ച ജില്ലാ കുടുംബശ്രീ മിഷൻ ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചു. 60 ദിവസം പോലും പ്രായമില്ലാത്ത കൈക്കുഞ്ഞുമായി ഷാജിദ ഇക്കഴിഞ്ഞ ഡിസംബർ 31-ന് കുടുംബശ്രീ നടത്തിയ അഭിമുഖത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന വിവരം. എന്നാൽ അഭിമുഖം കഴിഞ്ഞ് 4 മാസമായിട്ടും ഫലം എവിടെയും പ്രസിദ്ധീകരിച്ചില്ല. അന്വേഷിച്ചപ്പോഴാണ് ഹരിതകർമ്മസേന പഞ്ചായത്ത് തല കോർഡിനേറ്റർ തസ്തിക ഒരു അറിയിപ്പും നൽകാതെ കുടുംബശ്രീ റദ്ദാക്കിയതായി ഷാജിദ അറിയുന്നത്. CDS കോർഡിനേറ്റർമാരെ ഇപ്പോൾ നിയമിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പകരം ബ്ലോക്കുകാരെയൊക്കെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതി കാത്തിരുന്ന് അവസാനം ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുടുംബശ്രീയുടെ സംസ്ഥാനതല ഓഫീസിൽ വിളിച്ച് ഷാജിദയും ബന്ധുക്കളും അന്വേഷിച്ചെങ്കിലും ഇതായിരുന്നു മറുപടി. CDS കോർഡിനേറ്റർ തൽക്കാലത്തേക്ക് ഇപ്പൊ നിയമനം ഉണ്ടാവില്ല. കാരണം GB തീരുമാനം വന്നിരിക്കുന്നത് CDS കോർഡിനേറ്റർ ഇപ്പൊ എടുക്കണ്ടെന്നാണ്. അപ്പോ ബ്ലോക്ക് കോർഡിനേറ്റർ എടുക്കണമെന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അറിയിപ്പ് വരും. അത് മിക്കവാറും സൈറ്റിലിടും. നമുക്കിനി അത് എങ്ങനെയൊക്കെ എടുക്കണമെന്നുള്ളതിന്റെ തീരുമാനം ആയിട്ടില്ല. ഇനി നമ്മൾ GB മിനിറ്റ്സ് വെച്ചിട്ട് ഫയൽ വിട്ട് തീരുമാനം ആയി വന്നാലേ നമുക്ക് അതിന്റെ ഇനി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള പറയാൻ പറ്റുള്ളൂ. ഷാജിദയെ പോലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് 1000 രൂപ മാത്രം ഓണറേറിയമായി ലഭിക്കുന്ന ജോലിക്ക് വേണ്ടി കഠിന പ്രയത്നം നടത്തിയത്. ആ തസ്തിക തന്നെ കുടുംബശ്രീ ഇല്ലാതാക്കിയതിന്റെ ദുഃഖത്തിലാണ് ഷാജിദയെ പോലുള്ള ആയിരങ്ങൾ. നിലവിൽ ഹരിതകർമ്മസേന ബ്ലോക്ക് തല കോർഡിനേറ്റർമാരെ നിയമിക്കാൻ കുടുംബശ്രീക്ക് നീക്കമുണ്ട്. പഞ്ചായത്ത് തല കോർഡിനേറ്റർ തസ്തികയിലേക്ക് അഭിമുഖം കഴിഞ്ഞു നിൽക്കുന്ന തങ്ങളെ പുതിയ ഒഴിവിലേക്ക് പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.